ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. വീട്ടിലേക്കുള്ള വഴി ഈശ്വരനിലേക്ക് തന്നെയുള്ള വഴിയാണെന്ന് ക്രിസ്തു ഭൂമിക്ക് പറഞ്ഞു തന്നു. തോർത്തുപുത്രൻ്റെ കഥയൊക്കെ അതാണ്. വീട് വിട്ടിറങ്ങിപ്പോയവൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ അന്നത്തിലേക്കും ആഹ്ലാദത്തിലേക്കും ഈശ്വരനിലേക്കുമൊക്കെയുള്ള മടക്കയാത്രയായി മാറുന്നുണ്ട്. ഒത്തിരി അലഞ്ഞ് നടന്നുകൊണ്ടായിരിക്കണം ക്രിസ്തുവിന് വീട് മനോഹരമായൊരു സങ്കല്പമായിട്ട് കൂടെ കൊണ്ട് നടക്കാനായത്. വീടായിരുന്നു അവിടുന്ന് ഉപയോഗിച്ച ഏറ്റവും നല്ല മെറ്റഫർ. നിങ്ങൾ എന്നിൽ വസിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവാണ് ഒരുപക്ഷെ ആ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഏത് കാലത്തിൻ്റെയും ഒക്കെ ഏറ്റവും നല്ല വീട്. ഒപ്പം ഓരോ ഇടങ്ങളെയും വീടെന്ന് വിശേഷിപ്പിക്കാനായിട്ട് അവിടുന്ന് ഇഷ്ടപ്പെട്ടു. പ്രാർത്ഥനാലയങ്ങളെ, പള്ളികളെയൊക്കെ ദൈവത്തിൻ്റെ വീടെന്ന് വിളിച്ചു. ആ വീടിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിമലീകരണത്തിന് നിരക്കാത്ത കാര്യങ്ങളെ നിഷേധിച്ചു. എൻ്റെ പിതാവിൻ്റെ വീടിനെ നിങ്ങൾ എന്തിന് കവർച്ചക്കാരെ കൂടാരമാക്കി മാറ്റിയെന്നൊക്കെ ക്രിസ്തു ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഒടുവിൽ ആ മരണാനന്തര അനുഭവം കലാകാലങ്ങളായിട്ട് സ്വർഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു സങ്കല്പം പോലും വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുന്ന് രൂപപ്പെടുത്തിയത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കുറേ അധികം മുറികളുണ്ട്, നിങ്ങൾക്ക് മുറി ഒരുക്കാനായിട്ട് ഞാൻ മുമ്പേ പോകുന്നു. അപ്പോൾ വീട് മനോഹരമായൊരു സങ്കല്പമാണ് ക്രിസ്തുവിൻ്റെ മനസ്സിൽ. വീട്ടങ്കണങ്ങളായിരിക്കാനായിട്ട് അവിടുന്ന് ആഗ്രഹിച്ചു. മിക്കവാറും നമ്മൾ അവിടുത്തെ കാണുന്നത് വീട്ടങ്കണങ്ങളിലെ വിരുന്നുമേശയിലൊക്കെയാണ്. അവിടുത്തെ പരസ്യത ആരംഭിക്കുന്നത് പോലും ഒരു വീട്ടങ്കണത്തിൻ്റെ ആഘോഷത്തിൽ വെച്ചാണ്, കാനായിലെ കല്യാണ വീട്ടിലെ ആഘോഷം. അപ്പോൾ വീട് വളരെ പ്രിയപ്പെട്ട സങ്കല്പം, ഓരോ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന സങ്കല്പം. എന്നിട്ട് നമുക്കറിയാം ഏറ്റവും എളുപ്പത്തിൽ ഉടഞ്ഞു പോകുന്ന സങ്കല്പം അത് തന്നെ. ഉടഞ്ഞു പോകുന്ന പാത്രങ്ങളുടെ ഒക്കെ മീതെയായിട്ട് നമ്മളൊരു സ്റ്റിക്കർ പതിക്കാറുണ്ട്, ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ. എനിക്ക് തോന്നുന്നു വീടായ വീടുകളുടെ ഒക്കെ ഉമ്മറപ്പടിയിൽ ഒട്ടിക്കേണ്ട ഒരു സ്റ്റിക്കറാണ് അത്, ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ. വെറുതെ ഒരു വീട് പണിയുമ്പോൾ അതിന് പൂക്കളുടെ വീടെന്നാണ് പേരിട്ടത്. ആ വീടിൻ്റെ ഭിത്തികളിൽ ജെറേനിയം പൂക്കൾ പൂത്തു നിന്നിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ഒരു വീട് പണിയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്, അത് ഒരു പൂക്കളുടെ ഭവനമായി മാറുക, ഉദ്യാനം കണക്കൊരു വീട്. എന്നിട്ടോ എപ്പോഴോ ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുകയും ഒരിക്കലും പൊഴിയാത്ത മുള്ളുകൾ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നു. അത് കഠിനമായ തലവരെ ഒരുപക്ഷെ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അഭിമുഖീകരിക്കാവുന്ന തലമുടി നാലിൽ കെട്ടപ്പെട്ട ഒരു വലിയൊരു സാധ്യതയാണ് ഈ ഉടഞ്ഞു പോകാവുന്ന ഒരു ഭവനം. കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കാവുന്ന ഒന്നാണ് വീടെന്ന് സങ്കല്പിച്ചതാണ് നമുക്കൊക്കെ പറ്റിയ തെറ്റ്. കല്ലുകൊണ്ട് ഇന്നോളം ആരും വീട് പണിതിട്ടില്ല. അങ്ങനെ ഹൃദയങ്ങളൊക്കെ ചേർത്തൊക്കെ മനുഷ്യൻ പണിയേണ്ട ഒരു അനുഭവത്തിൻ്റെ പേരാണ് വീട്. ആ പഴയ ഒരു വിചാരം കണക്ക് ഹോം ഈസ് നോട്ട് എ സ്ട്രക്ചർ ബട്ട് എ സിറ്റുവേഷൻ. ആ അർത്ഥത്തിൽ മിക്കവാറും നമ്മുടെ എടുപ്പുകളും കമാനങ്ങളും ഒക്കെ വീടായി മാറുന്നുണ്ടോ എന്നൊക്കെ ആത്മശോധന ചെയ്യേണ്ട വൈകിയ മണിക്കൂറാണിത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ചില മനുഷ്യർ ആ വീട്ടനുഭവങ്ങൾ ജീവിക്കുന്നുമുണ്ട്. വലിയ പൈപ്പുകൾക്കകത്തൊക്കെ താമസിക്കുന്ന നാടോടി കുടുംബങ്ങളെ കണ്ടിട്ടില്ലേ? അവർക്കറിയാം വീടിന് ഈ പറയുന്ന മേൽക്കൂരയോ കമാനങ്ങളൊന്നും ആവശ്യമില്ല, വാതിൽപ്പാളി പോലും ആവശ്യമില്ല. എന്നിട്ടും എന്തുമാത്രം ഇഴയെടുപ്പത്തോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. ഒരുപക്ഷെ വലിയ വീടുകളുടെ പോർട്ടിക്കയിലിരുന്ന് ഈ മൈതാനങ്ങളിലും വഴിയോരങ്ങളിലുമൊക്കെ ഇങ്ങനെ തമ്പേറുന്ന അത്തരം കുടുംബങ്ങളെ നോക്കി ദീർഘവിശ്വാസം വിടുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അപ്പോൾ വീടിനെ ഒരു മെഡിറ്റേഷനുള്ള അനുഭവമാക്കി മാറ്റുക എന്നുള്ള പ്രധാനം. ക്രിസ്തുവിന് പോലും ആ വീടെന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ്റെ തന്നെ ഭാഗമായിരിക്കണം. കാരണം 12 വയസ്സോളം ആൾക്ക് വീടില്ലായിരുന്നു നമുക്കറിയാം. പിന്നീട് കുറച്ച് ബോധപൂർവം ജീവിക്കാനായിട്ട്, അർത്ഥപൂർണ്ണമായിട്ട് ജീവിക്കാൻ ശ്രമിച്ച കാലം തൊട്ട് ആൾ വീട് വേണ്ടെന്നും വെച്ചിട്ടുണ്ട്. എവിടെയാണ് എൻ്റെ വീടെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറുനരികൾക്ക് മാളവും ആകാശപ്പറവുകൾക്ക് കൂടുമുള്ള ഭൂമിയിൽ എനിക്ക് വീടില്ലെന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. വീടെന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് ആദ്യം അവസാനമൊക്കെ ആയിട്ട് ഒരു സിറ്റുവേഷൻ ആണെന്നുള്ള ഒരു മെഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വീടുമായി ബന്ധപ്പെട്ട നമ്മുടെ കുറേ അധികം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും നമുക്കാവും. വീടിൻ്റെ ഒക്കെ ഒരു അപായമായി മാറാവുന്ന ഒരു 4ഓളം മേഖലകളിൽ ക്രിസ്തു നമുക്ക് പ്രകാശം തരുന്നുണ്ട്. അതിങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് വളരെ വേഗത്തിലൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നാമതായിട്ട് അമിത വൈകാരികതയുടെ മണൽപ്പുറത്ത് വീട് പണിയരുതെന്നൊരു ക്രിസ്തുവചനയുണ്ട്. ക്രിസ്തു വളരെ ഗൗരവമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന നിർദ്ദേശം, മനുഷ്യ പണിയേണ്ടത് ഭവനങ്ങളൊക്കെ ഈ ശിലമേലായിരിക്കണം. ശിലയെന്നൊക്കെ പറയുന്നത് കൃത്യമായ മൂല്യബോധമാണ്. നിർഭാഗ്യവശാൽ ഇങ്ങനെ പൊലിപ്പിച്ചെടുത്ത അമിത വൈകാരികതകൾ കൊണ്ട് അനാരോഗ്യകരമായി മാറിക്കൊണ്ടിരിക്കുന്ന വീട് പരിസരങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തിരുക്കുടുംബം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ കാലാകാലങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ സഭയോ
ആ കാലമൊക്കെ വെച്ച് നൽകിയിട്ടുള്ള ആ പാറ്റേൺ പോലും ഓർമ്മിക്കണം. അത് ഈ അമിത വൈകാരികതയുടെ മണപ്പുറത്ത് പണിത ഭവനമല്ല, വ്യക്തമായ ചില മൂല്യബോധങ്ങളുടെ ശിലമേല. എപ്പോഴും ആ 3 പേരെ ഓർമ്മിക്കുമ്പോൾ, നസ്രത്തിലെ യേശുവും പിന്നെ അവൻ്റെ അപ്പയും അമ്മായും ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ 3 പേരും റെപ്രസെന്റ് ചെയ്യുന്നൊരു ചില മൂല്യബോധങ്ങളുണ്ട്. നിശ്ചയമായിട്ടും ആ വീടിന്റെ പുരുഷൻ, ആ ഫാദർ ഫിഗർ എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം നീതിബോധമുള്ള മനുഷ്യനാണ്. ബൈബിൾ അയാൾക്ക് വേണ്ടി ചാർത്തി കൊടുക്കുന്ന ഏറ്റവും നല്ല കൽപ്പന ഏതാണ്? ജോസഫ് നീതിമാനായിരുന്നു, വേറെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഏതൊരു കുടുംബത്തെയും നോക്കിയിട്ട് ആ വീടിന്റെ ആ മേൽനോട്ടവുമായി ബന്ധപ്പെട്ട്, ആ വീടിന്റെ കരുതലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ, ഗാർഡിയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാളെക്കുറിച്ച് അയാളുടെ കാലത്തിനും അയാളുടെ പരിസരത്തിനും ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? അയാൾ നീതിമാനാണ്. ആ നീതിമാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യത്തിനകത്ത് വീട് മനോഹരമായ അനുഭവമായിട്ട് മാറും. അതുകൊണ്ടൊക്കെയാണ് പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, സിംഹക്കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തീരെ സാധ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ ചെറിയ സിംഹക്കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ വലിയ മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് അതിൻ്റെ വലിയ പോർഷൻ ഇറച്ചിത്തുണ്ടങ്ങൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഡംപ് ചെയ്യുന്ന കേവുകളാണ് ഈ സിംഹങ്ങൾക്കുള്ളത്. എന്നിട്ട് അതുപോലും ചിലപ്പോൾ പട്ടിണി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നീതിമാന്റെ മക്കൾ ഒരിക്കലും അപ്പത്തിന് വേണ്ടി യാചിക്കുന്നത് ഇരയെന്ന് ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറയുക. ഒരുപക്ഷെ ഒരു വീടിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആ നീതിമാനായ അപ്പനുണ്ടായിരിക്കുക എന്നുള്ള ആ ഒരു കൃത്യമായ ഒന്നിൽ നിന്നാണ് വീട് ഈ സോക്കോൾഡ് തിരുക്കുടുംബമൊക്കെ ആയിട്ട് രൂപപ്പെടുക. പലപ്പോഴും ഈ നീതിബോധം ഇല്ലാതെ പോകുമ്പോൾ അതിനകത്ത് വസിക്കുന്നവർക്ക് അത് ആവശ്യമില്ലേറെ സമ്മർദ്ദവും അസ്വസ്ഥയും ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. മക്കൾക്ക് പോലും ആവശ്യം നീതിബോധമുള്ള അപ്പനെ, അല്ലാതെ ഈ വൈകാരികത നേരത്തെ സൂചിപ്പിച്ചാണെങ്കിൽ പൊലിപ്പിച്ചെടുക്കുന്ന ഒരു അപ്പനെ ആവണമെന്നില്ല. വളരെ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയാണ്, മിക്കവാറും എല്ലാവരും തന്നെ ആ കഥ കേട്ടിട്ടുണ്ടാവും. പട്ടാളത്തിലുള്ള മകൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുക, ഞാൻ അവധിക്ക് വരിക, ഇത്തവണ അവധിക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടി ഉണ്ടാവും, നമുക്ക് അവനെ കൂടെ പാർപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ വീടിനകത്ത് ആവശ്യത്തിലേറെ താല്പര്യക്കുറവുണ്ട് അതിനകത്ത്. എന്നിട്ട് മകൻ്റെ ചങ്ങാതിയല്ലേ വരട്ടെ എന്ന് അപ്പം തീരുമാനിക്കുന്നു. അപ്പോൾ ഇവൻ കുറച്ചുകൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. പക്ഷെ ആ ചങ്ങാതിക്ക് ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്, അവൻ്റെ ഒരു കാല് ഇല്ലാതിരിക്കുക, അവൻ അംഗവൈകല്യമുള്ള ഒരാളാണ്. അതോടുകൂടി ആ വീടിൻ്റെ ആ അനിഷ്ടം പിന്നെയും പുറത്തു വരുന്നു. എന്തിനാ അങ്ങനെയുള്ളവരൊക്കെ നീ വലിച്ചു കൊണ്ടുവരുന്നത്? പിന്നീട് ആട്ടെ, നിന്റെ ചങ്ങാതിയല്ലേ വരട്ടെ, എത്ര നാളുണ്ടാവും അവനുടെ? അപ്പോൾ അവൻ പറഞ്ഞു, അവന് കാലിൽ പോയൊരു കൂട്ടുകാരനല്ലേ, അവൻ ജീവിതാന്ത്യം വരെ ഒരുപക്ഷെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അതോടുകൂടി ആ മറുതലയിൽ നിന്ന് ഫോൺ ഡിസ്കണക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ വലിയൊരു ഭാരം എടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ വൈകാതെ വീടിനകത്തേക്ക് സന്ദേശം വരികയാണ്, ഈ മകൻ ആത്മഹത്യ ചെയ്തു. അവൻ്റെ ശരീരം ഈ ഔദ്യോഗിക ബഹുമതികളിലൂടെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അതിന് മീതെയുള്ള ആ വെള്ളത്തുണി മാറ്റിയപ്പോൾ ആ കുടുംബം കണ്ടു, ഈ മകന് ഒറ്റക്കാലേ ഉള്ളൂ. അവൻ്റെ തന്നെ ഒരു ഫെയ്റ്റ് വീടിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് വല്ലാതെ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഈ നീതിബോധം എന്ന് പറയുന്ന ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ട. എന്താ നീതി എന്നൊക്കെ പറയുന്നത്? വളരെ ലളിതമായിട്ട് നീതിബോധത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന എങ്ങനെയാണ്? അർഹതയുള്ള കാര്യങ്ങൾ നിഷേധിക്കാതിരിക്കുക. ഗീവ് വാട്ട് ഈസ് ഡ്യൂ. വയോധികരുണ്ട്, അവർക്ക് പരിചരണം ആവശ്യമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വാത്സല്യം ആവശ്യമുണ്ട്, ഭാര്യയ്ക്ക് കരുതൽ ആവശ്യമുണ്ട്, ചിലപ്പോൾ കുഞ്ഞുമക്കൾക്ക് സമയം ആവശ്യമുണ്ട്. ഇതൊക്കെ ഈ നീതിബോധത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ ആ തീരെ സമയം കൊടുക്കാതെ പോകുന്ന ചില വീട്ടംഗങ്ങളെ കുറിച്ചൊക്കെയുള്ള പരാതികൾ നമ്മുടെ കാലത്തിൽ പെരുകുന്നുണ്ട്. ടീച്ചർ ഒരു അപ്പയെ സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ക്ലാസ്സിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചിത്രം വരക്കാനായിട്ട് ആവശ്യപ്പെട്ടു. എൻ്റെ വീടെന്ന് പറഞ്ഞ് ചിത്രം വരക്കുക, അത് നിങ്ങളുടെ മകൾ വരച്ച ചിത്രം കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് എന്താ കുഴപ്പം? നല്ലത് ഒരു കുട്ടിക്ക് ഇണങ്ങിയ മറ്റുള്ള ചിത്രം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ചെറിയൊരു കുഴപ്പമുണ്ട്, ഈ ചിത്രത്തിനകത്ത് എല്ലാം ഉണ്ട്. ആ കുട്ടിയുടെ ടോയ് സൈക്കിളുണ്ട്, ആ കളിപ്പാട്ടങ്ങളുണ്ട്, വീട്ടിൽ പണിക്ക് വരുന്ന ഒരു വിലക്ക് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അവളെ സഹായിക്കുന്ന ആയയുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനകത്ത് കുഴപ്പം? അതിനകത്തൊരു കുഴപ്പമുള്ള ഇത് തന്നെ, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചിട്ടില്ല, ആ ചിത്രത്തിൽ നിങ്ങളില്ല. അതൊരു വല്ലാത്തൊരു തിരിച്ചറിവായി മനുഷ്യന് കൊടുക്കണം. ഈ തൻ്റെ ചെറിയ മക്കളുടെ ഒക്കെ ഓർമ്മയിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ഓർമ്മയുടെ ആൽബത്തിലൊക്കെ തനിക്ക് ഇടമുണ്ടായിരിക്കുമോ? പക്ഷെ ആ ഇടമൊക്കെ ലഭിക്കേണ്ടത് ഈ ചെറിയ പ്രായത്തിലാണ്. പിന്നെ നമ്മൾ അതിന് മീതെയായിട്ട് എന്ത് പണിയാൻ ശ്രമിച്ചാലും ഈ ചെറിയ പ്രായങ്ങളിൽ ഉറച്ചുപോയ ചില വിശ്വാസങ്ങൾ, ചെറിയ കാലങ്ങളിൽ ഉറച്ചുപോയിട്ടുള്ള ചില വിചാരങ്ങൾക്ക് മീതെയായിട്ടൊന്നും പണിയാനാവില്ല. അപ്പോൾ ഒന്ന് ഈ ശക്തമായ മൂല്യബോധങ്ങൾക്ക് മീതെ പണിയുന്ന വീടാണ്. നീതിമാനായ ഒരു പുരുഷനുണ്ടായിരിക്കുക, മറിയത്തെ കണക്ക് നിശബ്ദയായ ഒരു സ്ത്രീയുണ്ട്. നിശബ്ദയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സ്ത്രീ എന്നുള്ള അർത്ഥം, ഈ മെഡിറ്റേഷനുള്ള സ്ത്രീ എന്നതിൻ്റെ അർത്ഥം. ബൈബിള് മറിയത്തെക്കുറിച്ചും പറയുന്നത് അങ്ങനെയാണ്. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ഓരോരോ കാര്യങ്ങൾ അനുമാനങ്ങളെത്തിയും ഓരോരോ കാര്യങ്ങൾ പരിഹരിച്ചൊന്നും
തീർക്കേണ്ടതല്ല ജീവിതം. ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തരും കണ്ണും പൂട്ടി തങ്ങളുടെ നിശബ്ദതയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്തു സംശയമില്ലാതെ ആ വ്യക്തമായ ജീവിത നിയോഗമുള്ള ഒരു മകൻ, അപ്പോൾ നീതിമാനായ ഒരു അപ്പൻ, ആ ധ്യാനത്തിന് നിശബ്ദയുള്ള ഒരു സ്ത്രീ, വളരെ കൃത്യമായ നിയോഗത്തെക്കുറിച്ച് ധാരണയുള്ളൊരു മകനും കൂടി ചേരുമ്പോഴാണ് ഒരു കുടുംബത്തെയൊക്കെ നമ്മൾ തിരുക്കുടുംബം എന്നൊക്കെ വിളിക്കുക. ഏത് കുടുംബത്തെയും അങ്ങനെ വിളിക്കേണ്ടതെന്നൊക്കെയാണ് കാലാകാലങ്ങളായിട്ട് ഈ ഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതങ്ങനെ ആവുന്നില്ല, തിരുക്കുടുംബം ആവുന്നില്ല. മുതിർന്ന സ്നേഹിതനും ജ്യേഷ്ഠനും ഒക്കെ ആയ സെബാസ്റ്റ്യൻ പള്ളിത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ എഴുതി കണക്കാൻ അത്ര സന്തോഷമുള്ള ഒരു ബാല്യസ്മരണകളൊന്നും അദ്ദേഹത്തിനില്ല. അപ്പൻ വളരെ കഠിന ഹൃദയനായിട്ടാണ് വർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അപ്പനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുമ്പോൾ ആ കുറിപ്പ് അദ്ദേഹം പറഞ്ഞവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പ, നമ്മൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും അപ്പായും പിന്നെ അമ്മയും. എന്നിട്ട് എന്തുകൊണ്ടാണ് അപ്പം നമുക്ക് ഒരു തിരുക്കുടുംബം കണക്ക് ജീവിക്കാൻ പറ്റാതെ പോയത്? ഒരുപക്ഷെ പഴയ തലമുറകളിൽ ഈ 3 പേരുടെ വീടൊക്കെ വളരെ ചുരുക്കമാണ്. നിശ്ചയമായിട്ടും അതൊരു പക്ഷെ നമ്മുടെ കാലത്താണ് കൂടുതൽ സാങ്കത്യം അനുഭവപ്പെടുന്നത്. മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ ഒരു കുഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞ് നിശബ്ദമായിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പ നമ്മൾ 3 പേരേ ഉള്ളൂ, അപ്പ, അമ്മ, ഞാൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് തിരുക്കുടുംബം കണക്ക് ജീവിക്കാൻ പറ്റാതെ പോവുക? രണ്ടാമതായിട്ട്, വിഭജിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു വീട്. ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അന്തഃഛിദ്രമുള്ള ഒരു ഭവനവും നിലനിന്നിട്ടില്ല. ഒരു ഭവനത്തിൻ്റെയും ആക്രമണങ്ങൾ പുറത്തുനിന്നല്ല, അകത്തുനിന്ന് സംഭവിക്കുന്ന ജീർണതയെ. ടോയൻബി ഒക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എഴുതിയത് കണക്ക് ഭൂമിയിലുള്ള എല്ലാ സംസ്കാരങ്ങളും നശിച്ചു പോയത് പുറത്തു നിന്നുള്ള മുന്നേറ്റം കൊണ്ടല്ല, പുറത്തു നിന്നുള്ള പോരാട്ടങ്ങൾ കൊണ്ടല്ല, മറിച്ച് അകത്തു നിന്നുള്ള ജീർണത കൊണ്ടാണ്. ഏതാണ്ട് 12ഓളം സംസ്കാരങ്ങളൊക്കെ ടോയൻബി ഇങ്ങനെ അക്കമിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഫലിക്കുന്ന വീടിനകത്താണ്, ഈ വിഭജിക്കപ്പെട്ടു പോയ വീട്. ഈ സ്വർഗം എന്നൊക്കെ പറയുന്നത് കണക്കൊരു അനുഭവമായിട്ട് വീട് മാറുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പാട്ടിലും കവിതകളിലൊക്കെ പറയാറുണ്ട്. എന്താ സ്വർഗം എന്ന് പറയുന്നത്? വെരി ഫീൽ ഹാർമണി. അതാണ് സ്വർഗത്തെക്കുറിച്ച് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. എവിടെയാണോ ദൈവവും നിങ്ങളും തമ്മിൽ പൂർണ്ണ ഐക്യത്തിൽ, ഇപ്പം അപ്പം ഐക്യം എന്ന് പറയുന്നൊരു ഘടകം, യൂണിറ്റി എന്ന് പറയുന്ന ഘടകമാണ് ഈ സ്വർഗത്തിന്റെ മാനദണ്ഡം. എന്നിട്ടും സ്വർഗമാക്കാവുന്നൊരു ഭവനം നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ഈഗോയുടെ പേരിൽ, ചെറിയ ചെറിയ സ്പർദ്ധകളുടെ പേരിൽ, അഹം വ്രണപ്പെട്ടതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ കലുഷിതമാക്കുന്നതും നരകതുല്യമൊക്കെ ആക്കി മാറ്റുന്നത് കഠിനമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭേദപ്പെട്ട ഇടമായിട്ട് വീടിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ആർക്ക് കണക്ക് കൊടുക്കും? ആരോട് നമ്മൾ മാപ്പ് പറയും? അപ്പോൾ വെറുതെ ചെറിയ പ്രായങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾക്കിടയിലുള്ള ഒരു കളി കണക്കാണ്. എങ്ങനെയാണ് കളി രൂപപ്പെട്ടെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കയ്യിലോട്ട് നോക്കിയിട്ട് പറയും, ഈ കയ്യിൽ പത്രോസിന് കൊടുത്ത താക്കോലുണ്ടെന്ന് പറഞ്ഞു. ഏതാണ്ടൊക്കെ ഏതോ ഒരു രേഖയുടെ ഇടയിൽ കൂടി അത് കണ്ടെത്താന്നാണ് പറയുന്നത്. എന്തിനാ ഈ പത്രോസിന് കൊടുത്ത താക്കോൽ ഓരോരുത്തരുടെയും കൈവെള്ളയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിങ്ങനെ തങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ തുറന്നു കയറാൻ വേണ്ടിയല്ല. പത്രോസിന് കൊടുത്ത താക്കോലിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: ആരൊക്കെ വരുന്നു അവർക്കിങ്ങനെ സ്വർഗവും നരകവും തുറന്നു കൊടുക്കാനുള്ള സാധ്യതയാണ്. നിങ്ങൾ ഇങ്ങോട്ട് തുറന്നു കൊടുത്താൽ അത് സ്വർഗമാവും, ഇങ്ങോട്ട് തുറന്നു കൊടുത്താൽ നരകമാവും. ഓരോ അനുഭവത്തിനകത്തും ഓരോരുത്തരും തീരുമാനിക്കണം, ഈ അനുഭവവുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് സംഭവിക്കണം എന്നുള്ളതിന് താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാനൊരു പക്ഷേ ഇത്തിരി പുറത്ത് കഴിഞ്ഞാൽ, ഇത്തിരി മാപ്പ് കൊടുത്താൽ, ചിലത് കണ്ടില്ലെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്കുള്ള താക്കോൽ തുറക്കുക, തിരിച്ചങ്ങുള്ള നരകത്തിലേക്കും. അപ്പോൾ ഈ വിഭജിക്കപ്പെട്ട ഭവനം എന്ന് പറയുന്നതാണ് ആ വീടിന്റെ മുമ്പിലുള്ള മറ്റു പ്രതിസന്ധിയായിട്ട് ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ക്രിസ്തു വളരെ സങ്കടത്തോടെ പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിന് സമാധാനം ആശംസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത വരി എന്താണ്? സമാധാനത്തിന്റെ മക്കൾ ആ ഭവനത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ ചിരകാലം കൂടി കൊള്ളും. ഇല്ലെങ്കിൽ അത് ഈ വ്യൂമറാങ്ങൊക്കെ ഉപയോഗിക്കുന്ന കണക്ക് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോരും. അപ്പോൾ വെറുതെ ഈ സന്ധ്യയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞവരോട് ഒരു കുഞ്ഞ് കാര്യമെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് രാവിലെ നസ്രത്തിൽ യേശു നിന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് പറയുകയാണ്, ഈ വീടിന് സമാധാനം എന്ന് പറയുമ്പോൾ ആ സമാധാനം സ്വീകരിക്കാൻ മാത്രം സജ്ജമാണോ നിങ്ങളുടെ വീട്ടങ്കണം? അതോ ആശംസിച്ച് അവനിലേക്ക് മടങ്ങിപ്പോരുമോ? എന്തൊരു തലവരെയത്! ചില അമ്മമാരൊക്കെ പറയുന്ന കണക്ക് എന്തുമാത്രം രുചികരമായിട്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. എന്നിട്ടോ രാത്രി ഇങ്ങനെ അത്താഴത്തിന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞ് മറ്റൊന്ന് പറഞ്ഞ് ഒരാൾ ഭക്ഷണം വേണ്ട എന്ന് പറയുന്നു, അതോട് ബാക്കിയുള്ള മുഴുവൻ പേരും പറയുന്നു വേണ്ട എന്ന്. എന്നിട്ട് വിളമ്പി ഇത്രയും രുചിയോടുകൂടി ഉണ്ടാക്കിയ ഭക്ഷണം പിറ്റേന്ന് വീട്ടിലെ കന്നുകാലികൾക്ക് അല്ലെങ്കിൽ പന്നിക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടിന് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഭാരം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മൂന്നാമതായിട്ട്, വീട് ഒരാൾക്ക് കൊടുക്കാതെ പോകുന്ന ആദരവെന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ക്രിസ്തു അതിനെക്കുറിച്ച് വളരെയേറെ വേദന അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ക്രിസ്തു പറയുന്നത് ഓരോ പ്രവാചകനും, അതിനർത്ഥം പ്രകാശമുള്ള ഓരോ മനുഷ്യരും ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ള അവരുടെ വീട്ടങ്കണങ്ങൾക്കകത്ത്. ക്രിസ്തുവിന്റെ കാര്യത്തിലൊക്കെ അത് വളരെ കൃത്യമാണ്. ലോകത്തൊരു മനുഷ്യനും ക്രിസ്തുവിനെ ഭ്രാന്തെന്ന് വിളിക്കാനായിട്ട് ധൈര്യപ്പെടില്ല. അവന്റെ ഏറ്റവും മോശപ്പെട്ട ശത്രു പോലും ചെയ്യില്ല. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട്, അവന്റെ സഹോദരന്മാര് അവന് ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ച് അവനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടെന്നാണ് പറയുക.
അപ്പൊ ഇങ്ങനെ ഉടനീളം ഇങ്ങനെ വീടെന്ന് പറയുന്ന അങ്കണത്തിൽ മനുഷ്യർ എന്തുമാത്രം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പുറത്ത് ആ സുൽത്താൻമാരെ കണക്ക് അനുഭവപ്പെടുന്ന മനുഷ്യരൊക്കെ വീട്ടങ്കണങ്ങളിൽ ഇങ്ങനെ ചുറ്റുമുള്ളവരുടെ ആദരവും സ്നേഹവും അംഗീകാരവും ഒക്കെ കിട്ടാനായിട്ട് ഇങ്ങനെ യാചകരെ കണക്ക് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നില്ലേ? പണ്ടൊക്കെ ആവർത്തിച്ചിട്ടുള്ളതാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ആ ഒരു ഇമേജ് ആ ടോൾസ്റ്റോയുടേതാണ്. ഇങ്ങനെ 10-600 ജോലിക്കാരും ഒക്കെ ആയിട്ട് രാജകീയമായിട്ട് സർചക്രവർത്തിമാർ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. എന്നിട്ടും വീട്ടങ്കണത്തിൽ ഒരു ദിവസവും പോലും ഈ മനുഷ്യൻ ആദരിക്കപ്പെട്ടിട്ടില്ല. പതിവ് വീടിനകത്ത് കലഹമുണ്ടായി, പുറത്തേക്ക് ഇറങ്ങിപ്പോയി, രാവിളുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു. പിറ്റേന്ന് പ്രഭാതത്തിലാണ് ഈ മഞ്ഞുവാരിക്കളയാനായിട്ട് വന്ന പണിക്കാർ കണ്ടത് റഷ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ, രാജകീയമായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യൻ ഈ സിമന്റ് ബെഞ്ചിൽ തണുത്ത് വിറങ്ങലിച്ച് പിന്നീട് മരിച്ച. ഇങ്ങനെ ഒരാൾ എങ്ങനെ ജീവിച്ചാലും പുറത്താൾ എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, അയാളുടെ ജീവിതം ഒരു ശൂന്യമാണോ അല്ല എന്നൊക്കെ നിശ്ചയിക്കണം വാസ്തവത്തിൽ ഈ വീട്ടങ്കണങ്ങൾക്കകത്ത് കിട്ടുന്ന ആദരവാണ്. പുറത്ത് ഒരു ചങ്ങാതി പറയുന്ന അത്രയും നല്ല കാര്യങ്ങൾ പോലും ഒരാളുടെ ജീവിത പങ്കാളി അയാളോട് പറയാത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വീടിന് വേണ്ടി ഇങ്ങനെ പുലരി തൊട്ട് ആ മുട്ടം വെട്ടുന്ന പുരുഷനോട് നിങ്ങൾ കാരണമായി വീട് നിലനിൽക്കുന്ന പറയാനുള്ള സന്മനസ് അവൾ കാണിക്കാതെ പോവുകയും, അവൾ വിളമ്പുന്ന ഭക്ഷണം രുചികരമാണെന്ന് അയാൾ പറയാതെ പോവുകയും, കുഞ്ഞുങ്ങൾ ഇങ്ങനെ അപ്പനെയും അമ്മയും ഒക്കെ ഓർത്തിട്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നമസ്കരിക്കാതെയൊക്കെ പോകുന്ന കഷ്ടമല്ലേ? കുറച്ചുകൂടി ആദരവ് എന്ന് പറയുന്നൊരു ഘടകം വീട് അർഹിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ അത് തീരെ കിട്ടാതെ പോകുന്ന വീട്ടങ്കണങ്ങൾക്കകത്ത് അത് ക്രിസ്തു വളരെ നന്നായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഭൂമിയിലുള്ള ഏത് മഹാന്മാരുമായിട്ട് ബന്ധപ്പെടുത്തി വായിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നാലാമതായിട്ട് ആ വീടെന്ന് പറയുന്നത് പുറത്ത് കിടക്കേണ്ട അനുഭവമാണെന്ന് പറഞ്ഞാണ് ക്രിസ്തു കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. ചിലപ്പോഴെങ്കിലും വീടെന്ന് പറയുന്നത് ഒരു തടവറയായിട്ട് മാറുന്നുണ്ട്. വീട്ടുതടങ്കൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം എങ്ങനെയോ സംഭവിക്കുന്നുണ്ട്. വീടിന് പുറത്തൊരു ലോകം ഉണ്ടെന്ന് നമ്മൾ കുഞ്ഞു മക്കളോട് പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ 2 കണക്കായിട്ട് തരംതിരിച്ച് കണക്ക്. നന്നായിട്ട് ക്രിസ്തു പറയുന്നത് നോഹയുടെ കാലം വരെ രണ്ട് തരത്തിലാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്, കല്യാണം കഴിച്ചും കഴിപ്പിച്ചും. അതിങ്ങനെ മാനവരാശിയുടെ മീതെയുള്ള അവിടുത്തെ ഏറ്റവും ഗൗരവമായ ആരോപണം കല്യാണം കഴിച്ചും കഴിപ്പിച്ചും തീരുന്ന ജീവിതങ്ങൾ. ഒരു പിബർട്ടി ഏജ് തൊട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് നമുക്കൊരു വീടുണ്ടാകുന്നതിനെ കുറിച്ച്, നമുക്ക് കുടുംബം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. ഈ സെക്സ്വലായ ചില ഫാന്റസികൾ സംഭവിക്കുന്നത് പോലും വാസ്തവത്തിൽ അതിൻ്റെ ഒരു സൂചനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലേക്കല്ല, മറിച്ച് ഇതിലേക്ക് എത്താൻ വേണ്ടിയാണ്. എന്നിട്ടോ ഒരു 20കളുടെ ആദ്യത്തിലും 30കളുടെ അല്ലെങ്കിൽ 20കളുടെ ആദ്യത്തിലും അവസാനത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിവാഹിതരാകുന്നു, പിന്നീട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അതിനുശേഷം ജീവിതത്തിന്റെ ആ സെക്കൻഡ് ഷിഫ്റ്റ് ആരംഭിക്കുന്നു, ഈ പിറന്ന കുഞ്ഞുങ്ങളെ സെറ്റിൽ ചെയ്യിപ്പിക്കുക. അങ്ങനെ 2 കല്യാണങ്ങൾക്കിടയിലുള്ള ഒരിടമായിട്ട് ഒരു വീട് ചുരുങ്ങുമ്പോൾ ആ വീട് എന്തൊരു മോശപ്പെട്ട വീടാണ്. ഇതിന് പുറത്തൊരു ലോകമുണ്ട്, ഇതിന് പുറത്തൊരു വ്യസനിക്കുകയും ഭാരപ്പെടുകയും നുറുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെന്നൊക്കെ കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴേക്കും ഈ വീടിനകത്തുനിന്ന് മിക്കവാറും എല്ലാ മനുഷ്യരും പുറത്ത് കിടക്കുന്നത്, വിശേഷം ഗുരുക്കന്മാരും പ്രവാചകന്മാരും പുറത്ത് കിടക്കുന്നത്. ഫിസിക്കലായിട്ട് നിങ്ങളത് ചെയ്യണമെന്നില്ല, അതുണ്ടാക്കാൻ പോകുന്ന ആ വലിയ പരിക്കുകൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ മനസ്സുകൊണ്ടെങ്കിലും ഈ വീടിന് പുറത്ത് കിടക്കേണ്ടേ? അതുകൊണ്ടൊക്കെയാണ് തന്നെ കാണാനായിട്ട് അമ്മയും സഹോദരന്മാരും നിൽക്കുന്നുവെന്നൊക്കെ ക്രിസ്തുവിനോട് ആരോ പറയുമ്പോൾ ആൾക്കൂട്ടത്തിന് പുറകിലായിട്ട് അവർ നിൽപ്പുണ്ട് ഊഴങ്കാത്ത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ആരാണ്ട് അമ്മയും സഹോദരൻ? എൻ്റെ വാക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവരാണ് എൻ്റെ അമ്മയും സഹോദരനും. അങ്ങനെ തൻ്റെ വീടിനെ ക്രിസ്തു വിശാലമാക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ആ വീടിൻ്റെ ആ ചുമരുകളൊക്കെ ഇങ്ങനെ വിശാലമാകും. പിന്നെ അതിൻ്റെ മേൽക്കൂര ഇങ്ങനെ ആകാശത്തോളം ഉയരും. അതിനകത്തേക്ക് കാറ്റും മഴയും ചെടികളും പുഴയും ഒക്കെ കടന്നു വരുന്ന ഒരു വലിയ വീടെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് ക്രിസ്തു തൻ്റെ വീട്ടനുഭവങ്ങളെ അവസാനിപ്പിക്കുക. കണ്ട ചിന്തകളെ വേഗത്തിലൊന്ന് ഓർമ്മിച്ചെടുക്കുകയാണ്. ഒരു ഇത്തിരി അശ്രദ്ധ കൊണ്ട് ഉടയാവുന്ന ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ സങ്കല്പമാണ് വീട്, ദ മോസ്റ്റ് ഫ്രജൈൽ ഡ്രീം. അപ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി, കൂടുതൽ ദൈവാനുഗ്രഹത്തോടുകൂടി അഭിമുഖീകരിക്കേണ്ട, ഒത്തുവാഴേണ്ട ആ ഇടം കവികളൊക്കെ കരുന്ന കണക്ക് പൂക്കളുടെ ഇടം തന്നെയായി മാറട്ടെ. എല്ലാവരുടെയും വീട്ടങ്കണങ്ങളിൽ നിറയെ പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പതിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതിനകത്തുനിന്ന് പുറത്ത് കിടക്കുമ്പോൾ നമുക്കും നമ്മുടെ വീടിനെ നോക്കി ഇങ്ങനെ പറയാൻ പറ്റും, എൻ്റെ വീടിന് ഞാൻ പണിതിരിക്കുന്നത് മണപ്പുറത്തല്ല, കൃത്യമായ ശിലമേലാണ്, അഗാധമായ മൂല്യബോധത്തിൻ്റെ ശിലമേല. ആ ഭവനം ഏതൊരു കാറ്റിനെയും കോളിനെയും അതിജീവിക്കും. നോഹയുടെ പെട്ടകം പ്രളയത്തെ അതിജീവിച്ചു.